അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഹറം 9 പുണ്യമായ രാവിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ താസുഅ മുഹറം 9 നോമ്പാണ്. പ്രത്യേകം സുന്നത്തുള്ള നോമ്പ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നോമ്പനുഷ്ഠിക്കുമെന്ന് പറയുകയും ചെയ്ത പുണ്യമായ നോമ്പ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നോമ്പനുഷ്ഠിക്കാൻ അവസരമുണ്ടായില്ല. തൊട്ടടുത്ത വർഷം വരുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് വഫാത്തായി പോവുകയാണ് ചെയ്തത്. പുണ്യമായൊരു മാസത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ മുഹറം മാസത്തിലെ നോമ്പുകൾക്ക് വളരെയധികം മഹത്വമുണ്ട്. അതുകൊണ്ട് തസ്വാ ദിവസത്തിലെ നോമ്പിനും മഹത്വമേറെയാണ്. അഫ്ദലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിൽ നമ്മൾ നിർവഹിക്കുന്ന നോമ്പാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഹറം 9 നോമ്പ് നിർവഹിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ മുഹറം 11 നമുക്ക് ആ നോമ്പ് നിർവഹിക്കാവുന്നതാണ്. ഇനി മുഹറം 9 നോമ്പ് നിർവഹിച്ചാലും മുഹറം 11 നോമ്പും നമുക്ക് നിർവഹിക്കാവുന്നതാണെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. അതിനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് മുഹറം 10 യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നതാണ്. അതുകൊണ്ട് അവരോട് ഒരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മുഹറം 9 നോമ്പും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപകാരപ്രദമായ അറിവുകൾ നൽകുമാറാകട്ടെ, ആമീൻ. നാളത്തെ താസുഅ ദിവസത്തിലെ നോമ്പിൻ്റെ നിയ്യത്ത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ചുരുങ്ങിയ രീതിയിൽ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. നവൈതു സൗമ താസുഅ ഗദൻ ലില്ലാഹി തആല. നാളത്തെ താസുഅ ദിവസത്തിലെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന ഒരു നിയ്യത്ത് നമ്മൾ വെക്കാൻ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.